subscribe to my channel. ഇന്നത്തെ റെസിപ്പി ബർഗർ ഉണ്ടാക്കുന്നതാണ്. അതിനായി 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. 200 ഗ്രാം ചിക്കൻ കൊണ്ട് 4 ബർഗർ പാറ്റി റെഡിയാക്കി എടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള 4 ഉരുളകളാക്കി റെഡിയാക്കി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ബർഗർ സോസ്, ലെറ്റൂസ്, സ്ലൈസ്ഡ് ചീസ്, തക്കാളി സ്ലൈസ് ചെയ്തത് റെഡിയാക്കി വെക്കാം. ബർഗർ സോസ് ഇല്ലെങ്കിൽ അതിന് പകരം മയോണൈസും കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തെടുത്താലും മതി. സാദാ ബണ്ണ് കൊണ്ടാണ് ബർഗർ റെഡിയാക്കുന്നത്. ഇത് 2ആയി മുറിച്ച് നടു പിളർത്തി വെക്കാം. ബണ്ണിൻ്റെ ഓരോ സ്ലൈസും ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ സ്ലൈസിലും ബർഗർ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 4 ബണ്ണിലും ബർഗർ സോസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ലെറ്റൂസ് ലീഫിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ആദ്യം ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ബാറ്റർ റെഡിയാക്കാം. അതിനായി പാനിൽ എണ്ണ ചൂടാക്കി നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ച ചിക്കൻ്റെ ഓരോ ഉരുളയും കയ്യിൽ വെച്ചിട്ട് കട്ട്ലറ്റിൻ്റെ രൂപത്തിലാക്കിയെടുക്കാം. ആ പാനിലേക്ക് വെച്ച് കൊടുക്കാം. 15 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അതിൻ്റെ ഇടയിൽ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ആദ്യം റെഡിയായ പാറ്റിയുടെ മുകളിൽ ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുത്ത് 1 മിനിറ്റ് അടച്ച് വെക്കാം. മെൽറ്റായി കിട്ടാൻ വേണ്ടിയാണ് അടച്ച് വെക്കുന്നത്. ഇത് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ബർഗറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ ബാക്കി പാറ്റിയും കൂടി ചീസ് വെച്ച് മെൽറ്റാക്കി എടുത്തതിന് ശേഷം ബർഗറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ പാറ്റിയുടെ മുകളിൽ വീണ്ടും ഒരു പീസ് ലെറ്റൂസ് വെച്ച് കൊടുക്കാം. ബന്നിൻ്റെ മറ്റേ സ്ലൈസിലും ബർഗർ സോസ് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇത് മൂടി വെക്കാം. എന്നിട്ട് ഒരു സ്റ്റിക്ക് കൊണ്ട് അത് കുത്തി കൊടുക്കാം, തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടി. ബർഗർ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.